ഇതൊരു വീട്ടിൽ സ്ട്രോബെറി തോട്ടമാണേ. അപ്പോൾ അവർ നട്ടിട്ടേക്കുന്നതാണ്. നമുക്ക് ചോദിച്ച് നോക്കാം. അവർ സമ്മതിക്കുവാണെങ്കിൽ നമുക്ക് ഇതൊന്ന് പിടിക്കാം. നമ്മളിത് സ്ട്രോബെറി തോട്ടത്തിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവർ സമ്മതിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ചെറിയൊരു സ്ട്രോബെറി തോട്ടം ഒന്ന് നോക്കാം. അവരുടെ വീട്ടിലവർ നട്ടിട്ടേക്കുന്നതാണ് കേട്ടോ. കൊട സ്ട്രോബെറി പഴുത്തിട്ടില്ല കേട്ടോ. വേണ്ട, ഇത് ശകലമൊക്കെ പഴുത്തതാണ്, ശകലം വിളയാത്തത്. അടിപൊളിയാണ്. അതിൻ്റെ പൂവും കായൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് സ്ട്രോബെറി തോട്ടം. അടിപൊളി സെറ്റ്, അടിപൊളിയാണ്. വേണ്ട, അത്രയും സ്ട്രോബെറി തോട്ടമാണ്. വേണ്ട, ഒരു സ്ട്രോബെറി വേണ്ട പഴുത്ത് വെക്കുന്നു. സ്ട്രോബെറിയുടെ പൂക്കളാണ് കേട്ടോ. സ്ട്രോബെറി പറിക്കരുതേ. സ്ട്രോബെറിയുടെ പൂക്കളാണ് സംഭവം. എല്ലാം സ്ട്രോബെറി ഇതാണ്ട് സ്ട്രോബെറിയെല്ലാം വിളഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ വന്ന ജീപ്പിൻ്റെ ഡ്രൈവറാണ് തന്നെ ഈ വീട്ടിലുള്ള അവരുടെ തോട്ടമാണ് കേട്ടോ. അത് അവർ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുന്ന ഇതാണ് ഈ തോട്ടം. ഇതാണ് നമ്മുടെ ഇതവരുടെ സ്ട്രോബെറി തോട്ടം. ഇത് ചെറിയ തോട്ടമാണിത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു നമ്മുടെ പച്ചമുളക് കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഈ പച്ചമുളകില്ലേ, ഈ പച്ചമുളകൊക്കെ അവരൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ഈ സ്ട്രോബെറിയുടെ തോട്ടം തന്നെയാണ്. വിളഞ്ഞിങ്ങനെ വരുന്നതേ ഉള്ളൂ സ്ട്രോബെറി. ചിലത് നല്ല പഴുത്തൊക്കെ വരുന്നുണ്ട്. പഴുത്ത് വരുന്നത് ഡെയിലി പറിക്കുന്നത് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് പോവാം. എന്നിട്ട് നമുക്ക് അടുത്തത് നോക്കാം.